മധുര തിരുപ്പുറം കുണ്ട്രം മലമുകളിലെ ദീപത്തൂണിൽ കാർത്തിക ദീപം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ തമിഴ്നാട്ടിലെ TVK സർക്കാരിന് സുപ്രീം കോടതിയിൽ തിരിച്ചടി. മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ജോസഫ് വിജയ് സർക്കാരിന്റെ ആവശ്യം തള്ളിയ പരമോന്നത കോടതി കേസിലെ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. സനാതനധർമ്മ വിശ്വാസികളുടെ ആചാരാവകാശങ്ങൾക്ക് കരുത്തു പകരുന്നതാണ് സുപ്രീം കോടതി തീരുമാനം. നേരത്തെ ജോസഫ് സ്റ്റാലിനായിരുന്നു ഈ പണിയുമായി വന്നത്. അദ്ദേഹവും കൺവെർട്ടഡ് ക്രിസ്ത്യനാണ് എന്ന ആരോപണം അവിടെ നിന്നും തന്നെ ഉയരുന്നുണ്ട്. തൊട്ട് പിന്നാലെ ഇപ്പോൾ ജോസഫ് വിജയിയാണ് ഈ പണിയെടുക്കുന്നത്. ഈ സനാതനധർമ്മ വിശ്വാസികൾ എത്രയോ കൊല്ലക്കാലമായി തിരുപ്പുറം കുണ്ട്രം മലയിൽ ഈ കാർത്തിക ദീപം തെളിയിക്കുന്നതാണ്. എൻ്റെ പൊന്ന് ജോസഫെ, അവരത് ചെയ്തോട്ടെ, അവരാരാധിച്ചോട്ടെ. അതിനുള്ള സ്വാതന്ത്ര്യമെങ്കിലും ആ പാവങ്ങൾക്ക് കൊടുക്കുന്നേ. ഒന്നുമല്ലേലും നിങ്ങൾക്ക് വോട്ട് ചെയ്ത ആളുകളല്ലേ അവർ. വാർത്തയിലേക്ക്. തമിഴ്നാട്ടിലെ മധുര തിരുപ്പുറം കുണ്ട്രം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള പവിത്രമായ ദീപത്തൂണിൽ വിളക്ക് കൊളുത്താൻ അനുമതി നൽകിയ മദ്രാസ് ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ട് തമിഴ്നാട് സർക്കാർ നൽകിയ അപ്പീലാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. ജനുവരി 7-ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച അനുകൂല ഉത്തരവ് ഉടനടി സ്റ്റേ ചെയ്യണമെന്ന തമിഴ്നാട് സർക്കാരിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി. ദർഗയ്ക്ക് സമീപമുള്ള കല്ലിൽ നിർമ്മിച്ച ദീപത്തൂൺ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ ഭൂമിയിലുള്ളതാണെന്നും അവിടെ ദീപം തെളിയിക്കാൻ ഭക്തർക്ക് പൂർണ്ണ അവകാശമുണ്ടെന്നുമാണ് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നത്. ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടി ഭക്തരുടെ ആചാരങ്ങൾ തടയാൻ നോക്കിയ മുൻ സർക്കാരിന്റെയും നിലവിലെ തമിഴ്നാട് സർക്കാരിന്റെയും വാദങ്ങളെ തള്ളിക്കളഞ്ഞാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത്. തുടർന്ന് ഇതിനെതിരെ വിജയ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹൈക്കോടതി വിധിക്ക് സ്റ്റേ നൽകാത്ത സുപ്രീം കോടതി നടപടിയോടെ ദീപം തെളിയിക്കാനുള്ള ഭക്തരുടെ പോരാട്ടത്തിന് നിയമപരമായ പിൻബലമാണ് ലഭിച്ചിരിക്കുന്നത്. കേസിൽ ഹൈക്കോടതിയിലെ ഹർജിക്കാരനായ രാമരവികുമാർ, മധുര കളക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, തമിഴ്നാട് വഖഫ് ബോർഡ് എന്നിവർക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. വിശ്വാസ സംരക്ഷണത്തിനായുള്ള ഹൈന്ദവ സംഘടനകളുടെ പോരാട്ടത്തിലെ വലിയൊരു വിജയമായാണ് സുപ്രീം കോടതിയുടെ ഈ നടപടി വിലയിരുത്തപ്പെടുന്നത്. ജനം, ഡൽഹി.